മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അധ്വാനിച്ച് നാട്ടിലൊരു തണലൊരുക്കാൻ മോഹിച്ച പ്രവാസി യുവാവിന്റെ സ്വന്തം നാട്ടിലെ വേനൽ ചൂടിലുണ്ടായ ദാരുണാന്ത്യത്തിൽ പകച്ച നാട്. കൊണ്ടോട്ടി കരിപ്പൂർ പുളിയംപറമ്പ് മഹലിലെ കൈതക്കോട് അമ്പലത്തിങ്ങൽ നെയ്യൻ സൈനുലാബിദാണ് സൂര്യാഘാതമേറ്റ് മരിച്ചത്. 41 വയസ്സായിരുന്നു. മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ സൂര്യാഘാത മരണമാകാമിതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ സൂര്യാഘാതമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അന്തിമ റിപ്പോർട്ട് വന്നാലേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കൂവെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ആബിദിന് പ്രമേഹം ഉണ്ടായിരുന്നതും ആഘാതം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. രാവിലെ ജോലിക്ക് പോയ പ്രിയപ്പെട്ട ഉപ്പ തിരികെ വരുമെന്ന് കാത്തിരുന്ന 3 പെൺമക്കളെയും ഭാര്യ റിസ്വാനെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ തേങ്ങുകയാണ് പുളിയംപറമ്പ് ഗ്രാമം. ഒമാനിൽ ദീർഘകാലം പ്രവാസിയായിരുന്ന ആബിദ് തന്റെ സ്വപ്ന ഭവനത്തിന്റെ പണി പൂർത്തിയാക്കി താമസം തുടങ്ങിയത് ഇക്കഴിഞ്ഞ പെരുന്നാളിന് ശേഷമാണ്. പുതിയ വീട്ടിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നതിനിടയിൽ തിരികെ ഒമാനിലേക്ക് മടങ്ങാനിരിക്കെയാണ് വിധി മരണത്തിന്റെ രൂപത്തിലെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് സഹോദരി ഭർത്താവിനൊപ്പം പിക്കപ്പ് വാഹനത്തിൽ ഉരുപ്പടികൾ ഇറക്കി മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. കിഴിശ്ശേരി കടുങ്ങല്ലൂരിൽ വെച്ച് വാഹനത്തിനുള്ളിലെ കടുത്ത ചൂട് മൂലം ആബിദ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന വാഹനം പെട്ടെന്ന് നടുറോഡിൽ നിന്നതോടെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെ പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ശരീരത്തിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ച് ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫാത്തിമ രാന, സിദ്ന, ഫാത്തിമ അസ്വ എന്നീ 3 കുരുന്നുകൾക്ക് തങ്ങളുടെ പിതാവിന്റെ വിയോഗം ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്നലെ വൈകിട്ട് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പുളിയംപറമ്പ് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ മയ്യിത്ത് മറവ് ചെയ്തു. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.